ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്താണുള്ളത്, നിങ്ങൾ എന്ത് ചെയ്തോളൂ. കൊടുവള്ളിയിൽ ഞാൻ 2-3 ഷോപ്പുകൾ പറഞ്ഞു, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി. എനിക്ക് സോപ്പും പേസ്റ്റും കിട്ടാനാണെങ്കിൽ അദ്ദേഹം എന്നെ കാണേണ്ട കാര്യമുണ്ടോ? വേണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, അതല്ല നേരിട്ടൊന്ന് കാണണം. അപ്പൊ കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം എന്തെന്ന് തോന്നി. ഏതായാലും ഞാൻ പറഞ്ഞു, ഇന്ന് നാട്ടിലില്ല, നാളെ വൈകിട്ടുണ്ടാവും പറഞ്ഞു. പിറ്റേന്ന് വൈകിട്ട് അദ്ദേഹം വിളിച്ചതില്ല, പറഞ്ഞതുമില്ല. വീണ്ടും ഒരു ദിവസം അദ്ദേഹം വിളിച്ച സമയത്ത് ഞാൻ വീണ്ടും പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ സ്ഥലം ഇടാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, താമരശ്ശേരിക്ക് അടുത്ത് പൂനൂരാണ്, നിങ്ങൾ പൂനൂർ ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്തു, ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കോളാം. പ്രശ്നം തീർന്നല്ലോ. ഓക്കെ, അല്ല ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഫോൺ കിട്ടിയത്. ഓക്കെ വിട്ടു. ഞാൻ ആ ഭാഗം പിന്നെ മൈൻഡ് ചെയ്തില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു കാറ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ കാറിൽ 2 ആൾ ഇറങ്ങി വരുന്നത്. ഒരാൾ എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് വീട്ടിലിരുത്തി ഞാൻ ഇറങ്ങിപ്പോയുള്ള ഒരു വ്യക്തിയാണ് ഒരാൾ. രണ്ടാമത്തെ ആൾ എനിക്ക് പരിചയമില്ല. അന്ന് 2 ആൾ വേറെ വന്നിരുന്നു. ഈ രണ്ടാമത്തെ ആളാണ് എന്നെ വിളിച്ച ആള്. മറ്റേ ആളെനിക്ക് പരിചയമുള്ളതുകൊണ്ട് അയാളെ കൊണ്ട് വിളിക്കാതിരുന്നതാണ്. കാരണം എനിക്ക് ആളെ മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ട്. ഷാഹിർ സാർ എന്ന് പറഞ്ഞ നമ്മുടെ പൂനൂരുള്ള NTC ലീഡറാണ് അന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബിജു BK എന്ന് പറഞ്ഞുള്ള ITC ലീഡറാണെന്നാണ് അവിടെ കൂടെ അദ്ദേഹത്തെ കൂടെ പറഞ്ഞത്. ഏതായാലും കയറിയിരിക്കാൻ പറഞ്ഞു, വെള്ളം കൊടുത്തു, സംസാരിച്ചു. സംസാരത്തിന് ശേഷം ഇങ്ങനെ അദ്ദേഹം ചെയ്തു, ലാപ്പ് ഓപ്പൺ ചെയ്തു, കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, പ്രൊഡക്റ്റുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഞാനിങ്ങനെ നല്ല ശ്രദ്ധയോട് കേട്ട സമയത്ത് എൻ്റെ നെഗറ്റീവ് മൈൻഡുകളൊക്കെ മെല്ലെ മാറാൻ തുടങ്ങി. അപ്പൊ അതിന് മുന്നേ ഈ കുറെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളും അതൊക്കെ കൂട്ടിയതും 2015 കേരള ഗവൺമെന്റ് ഇത് ബാൻ ചെയ്തതും തട്ടിപ്പാണെന്ന് പറഞ്ഞതൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് ലീഗലായിട്ടുണ്ട്. 2015 നിയമം വന്നിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഗസറ്റ് വിജ്ഞാപനം കാണിച്ചു തന്നു. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അതിന് പറഞ്ഞ് കുറച്ച് പ്രോഡക്റ്റുകൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ലാപ്ടോപ്പിൽ കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അതിങ്ങനെ കാണിച്ച് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇത് കവചപ്രാഷാണ്, ഇത് ഒരു ലേഹിയാണ്, 1 കിലോ വരുന്ന ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ച ആയുർവേദിക് ആയിട്ടുള്ള തേനിൽ വരുന്ന ഒരു ലേഹിയാണ്. ഇതിന് ഏറ്റവും വലിയ ഗുണം അലർജി, ആസ്മ, തുമ്മല് പോലത്തെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മക്ക് അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. തുമ്മി തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറിയത് ഈ കവചപ്രാഷൻ കേട്ടിട്ടാണ്. അദ്ദേഹത്തിന്റെ അമ്മ കേട്ടോ, എൻ്റെ അമ്മക്കല്ല പറഞ്ഞു വന്നത്. ഇത് കേൾക്കുന്നത് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഉമ്മന്റെ ഡോറിനടുത്ത്. ഞാൻ ഉമ്മനെ നോക്കി, ഉമ്മ എന്നെ നോക്കി. എന്താ കാര്യം എന്നറിയോ? എൻ്റെ ഉമ്മക്ക് ഇതേ പ്രശ്നമുണ്ട്. തുടങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞു. ഒരുപാട് ചികിത്സ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചികിത്സ ഏകദേശം നിർത്തിവെച്ച രീതിയിലാണ്. പിന്നെ മാറ്റുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഗുളിക വാങ്ങിയ കഴിക്കും. അപ്പൊ ഇത് ഇങ്ങനെ കേട്ട സമയത്ത് ഒന്ന് പരീക്ഷ നോക്കാം, അയാളെ അമ്മക്കാണല്ലോ, പുറമെ അനുഭവം കൊടുത്തിട്ട് റിസൾട്ട് ആണെന്ന് പറഞ്ഞാല്